കോളേജിൽ പോവാ. സ്പോർട്സ് ഡേ ആണ് ഗൈസ്. സ്പോർട്സ് ഡേ പോർക്കളം 2K25 ഇയർ പോലും ആ കൊച്ചിന് അറിയത്തില്ല. ഞങ്ങൾ കാര്യം പറഞ്ഞാൽ 6 ബസ്സിന് കയറി. 6:45. അതെ നോക്ക്, ഞങ്ങൾക്ക് 7 മണിക്ക് ഇവിടെ ചെല്ലണ്ടേ, 6:30 ബസ്സിൽ കയറി. ഈ ബസ് ഞങ്ങളെ ചതിച്ച്. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കയറുന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇത് മെഡിക്കൽ കോളേജ് ചുറ്റിക്കറങ്ങിയ കേസ് പോകുന്നത്. പെട്ടുപോയി, എന്നാ ചെയ്യുന്നറിയുന്നില്ല. ഞങ്ങളുടെ എപ്പോൾ എത്തുമെന്ന് പോലും അറിഞ്ഞൂടാ. നോക്ക്, ഞങ്ങൾ ജേഴ്സി ഒക്കെ എടുപ്പിച്ചു. വായിക്കാൻ അറിയത്തില്ലെന്നറിയാം. ഇറങ്ങിയിട്ട് നിങ്ങൾ വൃത്തിയാക്കി കാണിക്കാം. ആൾ ഭയങ്കര ബിസിയാണ്. ഞങ്ങൾ സ്പോർട്സിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇത് എത്രമാത്രം കേൾക്കുമെന്നും ഇത് എത്രമാത്രം കേൾക്കുമെന്നും അറിയത്തില്ല. മൈക്കും ഇല്ല, നല്ല കാറ്റും ഉണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ആൾ ഭയങ്കര കണക്കനാണ്, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ സ്പോർട്സിൻ്റെ പൈസക്കാരി മാർച്ച് പാസ്റ്റ് ഉണ്ട്, ഫ്ലാഷ് മോബ് ഉണ്ട്. ഞാൻ എന്നത്രയൊക്കെ ഉള്ളതെന്നറിയോ? 400 മീറ്റർ, ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ. ഇതിന് ആകെ ലോങ് ജമ്പിനെ പറ്റി മാത്രം ഇച്ചിരി ഇതുണ്ട്. ഇതിൽ 800 മീറ്റർ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ 400 കൊടുത്തു. അതെ, എങ്ങനെ എറിയണ്ടേന്ന് പോലും അറിയത്തില്ല. എങ്ങനെ എറിയണ്ടേന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഏറ്റുമാനൂരായി. എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് 7 മണിയാകുമ്പോൾ അവിടെ ചെല്ലുമെന്ന് കരുതുന്നു. ഞങ്ങൾ തുടങ്ങാതെ അവിടെ പരിപാടി തുടങ്ങിയാൽ അവിടെ പോർക്കളമാകും മിക്കവാറും. ഞങ്ങളുടെ പേരാണ് കേട്ടോ ഗൈസ്, പോർക്കളം. എല്ലാം ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടാൻ പറ്റുന്ന എല്ലാം എന്ന് നമുക്ക് പറയാം. നമ്മൾ അവിടെ ചെന്നിട്ട് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കാം. പിന്നെ ഉള്ള വീഡിയോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അത് വേറെ കാര്യം. അപ്പം ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഞങ്ങൾ കോളേജിൽ എത്തി ഗൈസ്. കോളേജിലല്ല, സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ 0 വരുന്നുണ്ട്. നോക്കൂ ഗൈസ്, ആണ്ടേ സുന്ദരിപ്പെണ്ണിനെ കാണിക്കുക. സുന്ദരിപ്പെണ്ണിനെ സുന്ദരിപ്പെണ്ണ് ഞങ്ങള് ഇവിടെ കാണിക്കാം, എല്ലാവരും കാണിക്കാം. ബാക്കൊന്നും അടിക്കാൻ പറ്റുന്നില്ല. നോക്കൂ ഗൈസ്, 0 സുന്ദരിപ്പെണ്ണ് കീ ജയ്. ബ്ലോഗിങ് എല്ലാം വെറൈറ്റി പീപ്പിൾസ് ആയിട്ട് ചെയ്യാൻ ഗൈസ്. ഓൺ ദ ബ്ലോഗ് ഓൺ ദ വേ. ഓക്കെ ഗൈസ്. ഞങ്ങള് നോക്കൂ, ഇത് സീനിയേഴ്സിനെ മേടിച്ചു. ഞങ്ങളുടെ സാധനം കാണിക്കണോ? സംഭാരം. ഞങ്ങൾ സംഭാരം 10 രൂപ, വെറും 10 രൂപ ഗൈസ്. ഞങ്ങൾ സംഭാരമൊക്കെ ഉണ്ടായിക്കൊണ്ട് 10 രൂപ. ലോങ് ജമ്പ് ചാടി ഗൈസ്. 3ാമത്തെ ചാട്ടത്തിന് ചാടാൻ മറന്നുപോയതല്ല. ആ ലൈന് മുന്നേ നിർത്തണം നോർത്താം. പക്ഷെ നിന്നപ്പത്തേനും അപ്പുറത്തോട്ട് പോയി. എന്ത് ചെയ്യാൻ? 3ാമത്തെ ചാടാനും പറ്റില്ല. എന്ത് ചെയ്യാൻ? സംഭാരം മേടിക്കാൻ പോകുന്ന ക്ലാരിസ്. കൈ മാറ്റിക്കേ. ഈ സംഭാരം ഉദ്ഘാടനം ചെയ്ത ആരാന്നറിയോ? ഞാൻ. പക്ഷെ എന്റെ പേരെന്ത് കാണുന്നില്ല. കാണിക്ക്. 10 രൂപ തുടങ്ങിയതാണ്. അന്യായം ചെയ്യാൻ ചേച്ചി 10 രൂപ സംഭാരം. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ഐക്കൺ ഗൈസ്. 400 മീറ്റർ ഓട്ടം കഴിഞ്ഞു, ഡിസ്കസ് ത്രോയും കഴിഞ്ഞു. ഓടുന്നതൊക്കെ കാണായിരുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റ്. നോക്കൂ, പാവം കൊച്ച് ഓടി കാല് വേനെടുത്ത് മടക്കും. അമ്പോ. പക്ഷെ അത് പുറത്തോട്ടടി പോയി. സെറ്റ് സാധനമൊക്കെ. ഞാൻ സംഭാരം കുടിച്ചോണ്ടൊക്കെയിരിക്കുകയായിരുന്നു. സിസ്റ്റർ ഉണ്ട് അപ്പുറത്ത്, കാണിക്കാം. സിസ്റ്റർ ഇരിക്കുന്നത് ഞങ്ങളുടെ സിസ്റ്റർ ജോലി. മിസ്സുമാർ അപ്പുറത്ത് മിസ്സുമാർ നിൽക്കുന്ന ആശംസ്. എല്ലാ മിസ്സുമാരുണ്ട്. അശ്വതി അപ്പം നമ്മൾ കണ്ടിട്ടൊക്കെ വരാൻ കഴിച്ചു. ബൈ ദ ബൈ.
ഗൈസ് സംഭാരത്തിന് വൻ നഷ്ടമാണ് കേട്ടോ. ഞങ്ങളതുകൊണ്ട് പൈസ കൂട്ടി 15 ആക്കി. ഞങ്ങൾ 15 ആക്കി ഗൈസ്. സുന്ദരിപ്പെണ്ണേ ഡയലോഗ് പറ. നീല ഐലൻഡറൊക്കെ ഇട്ടുണ്ട്. നമ്മള് വാപ്പെട്ടവര്. മിൻഹ മിൻഹ നിന്നെ ഏതായാലും ആദ്യമേ കണ്ടതാ. എന്നാടി യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ മേടിക്കണ്ടേ? ഗൈസ് ഞങ്ങൾ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി. എന്തിനാണ് ഗ്ലാസ് മേടിക്കാൻ പോകുന്നത്. അതെ സ്പോർട്സിന് ഞങ്ങൾക്ക് ടോട്ടൽ എത്ര പോയിന്റ് കിട്ടിയെന്നറിയോ? 5 പോയിന്റ് ഗൈസ്, 5 പോയിന്റ്. അതുകൊണ്ട് ഞങ്ങൾ സംഭാരത്തിൽ പിടിക്കാന്ന് കരുതി. ഞങ്ങൾ സംഭാരം പിടിക്കുവാണ് ഗൈസ്. ഓക്കെ ബൈ. വിദ്യാജി, നമ്മുടെ വിദ്യാജിക്ക് പരിക്ക് പറ്റി ഗൈസ്. അതെ, നമ്മുടെ സ്വന്തം അൽന ചേച്ചി ഇവിടെ വിദ്യക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അവളുടെ കുരിപ്പ് അതെന്താ നേഴ്സിംഗ് പിള്ളേരുടെ ഒരു കഴിവാണ്. ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ഞങ്ങളുടെ സ്വന്തം സീനിയേഴ്സ് ഞങ്ങളുടെ സ്വന്തം റെനോവിയൻസ് ഞങ്ങൾക്ക് റൈസൻ റോൺസിനെ കെയർ തരുന്നു ഗൈസ്. ഗൈസ് ഇതാരാന്നറിയോ? സെറിംബ്രോ. കുരിപ്പ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. കുരിപ്പ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ? ആ ഉണ്ട്, അവർക്ക് ഉണ്ട്, ചാനലുണ്ട്. എന്തോ ലക്കിന് ഞങ്ങൾക്ക് മാർച്ച് പാസിന് 3rd ഉണ്ട് ഗൈസ്. എങ്ങനെയൊന്നും അറിയത്തില്ല. മാർച്ച് പാസിന് ഞങ്ങൾക്ക് 3rd. ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന്. ആരാ പഠിപ്പിച്ചേ? ഞാൻ കൃപയും കൂടെ എന്ത് ചെയ്യാൻ? കഴിവ്. ഇനി ഞങ്ങൾ പിറക്കമണിക്ക് പോണേ ഗൈസ്. ഓക്കെ ബൈ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ പുറകിലില്ല. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുഡ് കഴിച്ച് ബിരിയാണി ഹട്ടി പോയി ബിരിയാണി കഴിച്ചിട്ട്. എന്റെ പൊന്നു പിള്ളേരെ, ഞങ്ങൾക്ക് ആകെ സ്പോർട്സിന് കിട്ടിയത് 5 മാർക്ക്. 5 10 അങ്ങനെ കണ്ട് 5 10. ഇനി ഞങ്ങൾ ആർട്സിന് ഞങ്ങൾ വൈഷ്ണവിയുടെ കാല് പോയി ഗൈസ്. ഞങ്ങൾ മെയിൻ ഡാൻസർ എന്തെടുക്കും ഗൈസ് അറിഞ്ഞൂടാ. നമ്മൾ വരും ഗൈസ്, തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത്. വരുമായിരിക്കുമല്ലേ? ഓക്കെ ബൈ. ഒരു തിരിച്ചു വരവുണ്ട്. അതെ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. ഞങ്ങൾ മന്തി കഴിക്കാൻ കയറുവാണ്. ഗൈസ് ഞങ്ങൾ മന്തി കഴിക്കാൻ കയറുവാണ്. എവിടെ? അയ്യോ പേരില്ല. യമൻ മന്തി. അന്വിക്കുണ്ട്. താല്പര്യമുണ്ട്. ഞങ്ങൾ കയറാം. ലിപ്സ്റ്റിക്ക് പോവാണ്ട് ഒരാൾ ജ്യൂസ് കുടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഞങ്ങളുടെ സുന്ദരി പെണ്ണ് കണ്ടോടെ കുടിക്കുന്ന ടെക്നിക്ക് കണ്ടോ? നമ്മുടെ സൈഡിലൊക്കെ പിടിച്ചിട്ട് സ്ട്രോയിലുണ്ട് ഗൈസ്. ലിപ്സ്റ്റിക്ക് പകുതി ഒരുത്തിയിരിക്കുന്നുണ്ടോ ഗൈസ്? ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അതെ ഗൈസ്, അതെ മന്തി കഴിച്ച് ജ്യൂസ് കുടിച്ചു. ഞങ്ങളിനി ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുന്നു. ഇനി ഒരു ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഇനി ബസ് വന്ന് ഞങ്ങൾ എപ്പോൾ കയറി പോകുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ നടക്കണം. നടന്ന് ഫുൾ നടത്തി. ഇപ്പോൾ കഴിച്ച മന്തിയും കൂടെ ദഹിക്കും.
സ്പെഷ്യലൈസ്ഡ് ചിരിക്കുമല്ലേ ഇല്ല, അത് ഞങ്ങൾ കമ്പൈൻ ചിരിയാണ്, ഞങ്ങൾ സീക്രട്ട് ആക്കി വെച്ചേക്കും. ഞങ്ങളെ ആരെയും കേൾപ്പിക്കത്തില്ല. എല്ലാവരും ഞങ്ങളെ ചിരി കേട്ട് ഞങ്ങളെല്ലാവരും കളിയാക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ചിരി കൺട്രോൾ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചിരി ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇത്. ഞങ്ങളതുകൊണ്ട് നീ ചിരിക്കുന്നില്ല എന്ന് വിചാരിച്ച്. എൻ്റെ അവസ്ഥ നോക്കണേ ഗൈസ്. അങ്ങനെ സ്പോർട്സ് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു, ചുണ്ടയിൽ വന്നിറങ്ങി. ഇനി സ്കൂട്ടർ എടുത്തിട്ട് അടുത്ത വർഷം കാണും. അതെ, തിരിച്ചു വരവ് കാണും. കണ്ടോണം, ഞങ്ങളുടെ സാക്ഷിന് എന്നാവുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പാവം വൈഷ്ണവി കാലും മേലെ ബ്ലാസ്റ്റർ ഇട്ടുള്ള വീട്ടിൽ പോയി. എന്തരാകുമെന്ന് അറിയത്തില്ല. ഇനി അടുത്തൊരു ഞങ്ങൾ സ്കൂട്ടർ എടുക്കുന്ന കാണിക്കാം. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് പറയാം. അത് ലാസ്റ്റ് ഇട്ടേക്കാവേ. ഇച്ചിമി സ്കൂട്ടർ എടുക്കുന്നത് ഞാൻ കാണിക്കാം. ഇനി താക്കോൽ എടുക്കട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. താക്കോൽ കിട്ടി അവൾ വണ്ടി എടുക്കും. എന്നിട്ട് ലെവടം വരെ ഓടിക്കും. എന്നിട്ട് ലെവലിലെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞാൻ മേടിച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ചു ഓടിക്കും. അപ്പം എന്താണ് ഗൈസ് ഞങ്ങളുടെ ഇതുകൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. വീഡിയോയിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. സ്കൂട്ടർ ഓടിക്കുന്നവരെ കാണിച്ച് നിർത്താം. ഓക്കെ, ബൈ. 30-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ജിസ്മി സ്കൂട്ടറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റൈസൺ ഡ്രോൺസ് എന്ന പേര് നെഞ്ചത്തേന്തി. ഹെൽമെറ്റ് വെക്കാൻ തല അവൾ കെട്ടിയേക്കുന്നതുകൊണ്ടാണ് അവൾക്ക് പറ്റാത്തത്. ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിക്കാം. ഹെൽമെറ്റ് ഞങ്ങൾ എന്ന് ഇവിടം വരെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തല നോക്കൂ, ഇങ്ങനെ കെട്ടിയതുകൊണ്ട് വെക്കാൻ പറ്റത്തില്ല ഗൈസ്. വണ്ടി നിന്ന് പോകുന്ന എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. ദൈവമേ, പണിയായോ? സ്കൂട്ടർ ഓണായി ഗൈസ്, സ്കൂട്ടർ ഓണായി. വാ പോര്. ബൈ. എൻ്റെ ജേഴ്സി നമ്പർ കാണിച്ചില്ലല്ലേ? എൻ്റെ എത്രയാണെന്നറിയോ? 18 കാണിക്കാൻ. ഞാൻ ജിസ്മിയുടെ പുറകിൽ ഞാൻ യാത്ര ചെയ്യണം. അതെ, സെച്ചമൗണ്ട് പള്ളി. അതെ, ആരൊക്കെ കളിച്ചു. അധ്വാനിച്ചതിൻ്റെ തെളിവാണ് ബേസിക്കലി. ജിസ്മിനെ കൊണ്ടാക്കിയിട്ട് നമുക്ക് ഈ വഴി പോവാം ഗൈസ്. ഡെസ്റ്റിനേഷൻ നമ്പർ 1 ഇച്ചിമിയുടെ വീട്. അമ്മശ്ക്ക് ഇപ്പം പറഞ്ഞത് കുത്തി വീണാനെ. ഞാൻ വീട്ടിൽ വന്ന ഗൈസ്. അപ്പം അവിടെ അങ്ങനെ ഈ വ്ളോഗ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ടാറ്റാ.